ഇത് ഐക്യ ജനാധിപത്യ മുന്നണി എന്നതൊരു ഐക്യ അലവലാതി മുന്നണിയായിട്ട് മാറുന്ന കാഴ്ചയാണ് വരുന്നത്. കാരണം അതിനകത്ത് കൊള്ളാവുന്നവരുമുണ്ട്, കൊള്ളാത്തവരുമുണ്ട്, പിന്നെ അസോസിയേറ്റ് മെമ്പേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള മെമ്പർമാരുണ്ട്. ഇതിനകത്ത് CK ജാനു രാഷ്ട്രീയത്തിൽ വരുന്നത് CPM-ൻ്റെ ഭാഗമായിട്ടാണ്. മാഡം CK ജാനു വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു അവർക്ക്. അവരുടെ വളർച്ച പാർലമെൻ്ററി വ്യാമോഹമൊക്കെ തന്നെയായിരുന്നു, അല്ലാതെ ഒരിക്കലും ഒരു ഡെഡിക്കേറ്റഡ് ആയിരുന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്ര ഒരു ഗതികേടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. പക്ഷേ അൻവറിനെ ഞാൻ ഈ പറഞ്ഞ അലവലാതി മുന്നണി എന്ന് പറഞ്ഞ പ്രയോഗത്തിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അൻവർ ഇവിടെ 3 മുന്നണികളിൽ ഏതിലും അംഗമാവാനൊക്കെ യോഗ്യനാണ്, കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. പിന്നീട് വിഷ്ണുവില്ലൻ ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുടെ പേര് കാമരാജ് കോൺഗ്രസ്. കാമരാജ് കോൺഗ്രസ് എന്ന് കേട്ടപ്പോൾ ഇനി KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഇത് തെറ്റിദ്ധരിച്ച് കാമൻ കോൺഗ്രസ് എന്നെങ്ങാനും കേട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് ഈ LDF-ഉം UDF ഒക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ ജാഥ നടത്താറുള്ളൂ, ഒന്നുകിൽ ഇവിടുന്ന് മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ. ഇനിയിപ്പോൾ അങ്ങനെ ജാഥ നടത്തി UDF-ലെ എല്ലാ ഘടകകക്ഷികളെയും കൂടി കൂട്ടിയിട്ട് ജാഥ നടത്തുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജെമിനി സർക്കസിൻ്റെയോ ജംബോ സർക്കസിൻ്റെയോ ടീം പോകുന്ന പോലെ ഇരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, 2 മാസം മുമ്പ് രാജൻഭായോട് നമ്മൾ പറഞ്ഞതാണ് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അന്ന് രൂപീകരിച്ചിരുന്നുവെങ്കിൽ, ഒരു സമ്മേളനമൊക്കെ നടത്താൻ പറ്റിയിരുന്നുവെങ്കിൽ, ഒരു അപേക്ഷ UDF-ന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പേര് കൂടി അതിനകത്ത് വന്നേനെ. അതൊരു അബദ്ധമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊരു അബദ്ധമായെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഇത് ഐക്യ ജനാധിപത്യ മുന്നണി എന്നതൊരു ഐക്യ അലവലാതി മുന്നണിയായിട്ട് മാറുന്ന കാഴ്ചയാണ് വരുന്നത്. കാരണം അതിനകത്ത് കൊള്ളാവുന്നവരുമുണ്ട്, കൊള്ളാത്തവരുമുണ്ട്, പിന്നെ അസോസിയേറ്റ് മെമ്പേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള മെമ്പർമാരുണ്ട്. ഇതിനകത്ത് KPCC പുനഃസംഘടന തന്നെ വളരെ രസകരമായിട്ടുള്ള സംഭവമായിരുന്നു. ജനറൽ സെക്രട്ടറിമാരുടെ പേരും ലിസ്റ്റും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാരെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടുപോയി. ബാക്കിയുള്ളത് അതവിടെ നിൽക്കുക, DCC പുനഃസംഘടനയിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് ഒന്നിപ്പോൾ CK ജാനു രാഷ്ട്രീയത്തിൽ വരുന്നത് CPM-ൻ്റെ ഭാഗമായിട്ടാണ്. മാഡം CK ജാനു വരുന്നത്. മാഡം പിന്നീട് അത് കഴിഞ്ഞിട്ട് മാഡം AK ആന്റണി സർക്കാരിൻ്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദിവാസികളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു അവർക്ക്. അവരുടെ വളർച്ച പാർലമെൻ്ററി വ്യാമോഹമൊക്കെ തന്നെയായിരുന്നു, അല്ലാതെ ഒരിക്കലും ഒരു ഡെഡിക്കേറ്റഡ് ആയിരുന്നില്ല. അവർ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെയൊക്കെ എല്ലാ സപ്പോർട്ടോടും കൂടി, പിൻബലത്തോടും കൂടിയിട്ട് അവർ ആദിവാസി സമരം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തുടങ്ങി. മുത്തങ്ങ സമരം തുടങ്ങി. മുത്തങ്ങ സമരം 2003 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജനുവരി 5-ാം തീയതി തുടങ്ങി. ഫെബ്രുവരി മാസത്തിൽ അവിടെ വെടിവെപ്പുണ്ടാവുന്നു. അത് അക്രമാസക്തമായ അതിൻ്റെ ഭാഗമാണ്. പോലീസിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. അതായത് ഈ അലകുകൊണ്ട് എത്നിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആയുധം ഉണ്ടാക്കിയിട്ട് കുന്തം പോലാക്കിയിട്ട് ആണ് പോലീസുകാരനെ കുത്തിക്കൊല്ലുന്നത്. ആലോചിച്ച് നോക്കണം. അത് മൂർച്ചയേറിയ ഇരുമ്പിൻ്റെ ആയുധം കൊണ്ട് കുത്തിക്കൊല്ലുന്നതിനേക്കാളേറെ വേദന അനുഭവിച്ച് മരണപ്പെട്ടു. മുള കൊണ്ടുള്ള കുന്തമായിരുന്നു. മുള കൊണ്ടുള്ള. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ക്രൂരമായ കൊലപാതകമാണ്. പോലീസ് തിരിച്ചു അടിച്ചു. ഒരു ജോഗി എന്ന് പറയുന്ന ആദിവാസി ഉൾപ്പെടെയുള്ള നിരവധി പേര് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തൊരു സംഭവമാണ് മുത്തങ്ങ സമരം. CK ജാനു മേഡത്തിന് വേണ്ടി മാത്രം മേഡം ഉണ്ടാക്കിയ ഒരു സാധനം, അല്ലാതെ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല എന്നുള്ള അഭിപ്രായം അക്കാലത്തെ ഞാൻ പറയുന്നത്. ഞാൻ ആ സമയത്ത് ഈ മാർത്തോമ സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ യുവപ്രകാശം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡയസിസിൻ്റെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കൾ ഇവരൊക്കെ അന്ന് ഈ ജാനു ഒക്കെ അവർക്ക് അടിച്ചമർത്തപ്പെടുന്നവരുടെ പ്രത്യേക അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞു ഫേക്കാന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെക്കുറിച്ചുള്ള പോസിറ്റീവ് ആർട്ടിക്കിൾ ക്രിസ്തു മാതൃക എന്നാണ് പറഞ്ഞത്. ഞാനത് കട്ട് ചെയ്യിപ്പിച്ചു. ഞാൻ വാശി പിടിച്ചിട്ട് റിപ്പോർട്ടിലാണ് കട്ട് ചെയ്യിപ്പിച്ചു. നമുക്ക് അന്നേ അതിനുള്ളൊരു സാമാന്യ ബോധം ഉണ്ടായിരുന്നു. കാരണം ഇവരൊന്നും സിൻസിയർ അല്ല എന്നുള്ളത്. മറ്റൊരു സിൻസിയറാണെന്ന് കണ്ടിരുന്ന. അതും കഴിഞ്ഞിട്ട് പിന്നീട് ഇവർ പോകുന്നത് നിൽപ്പ് സമരം നടത്തി. ആ നിൽപ്പ് സമരം നടത്തുന്നത് 2014 ഉമ്മൻചാണ്ടിയുടെ സമയത്ത്. ആ സമയത്ത് നിൽപ്പ് സമരം നടത്തി. അവിടെ കൊട്ടും പാട്ടും ബഹളവും പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വേറെയും കലാപരിപാടികളൊക്കെ പുകയും കീയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്തായാലും മാഡം പുകയ്ക്കുമെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ അവിടെ നടന്നിട്ടുള്ളത് മുഴുവൻ പാട്ടും കുത്തും പരിപാടിയൊക്കെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നല്ലതിൻ്റെ മറവിൽ പലതും ഒരു അനാർക്കിസം അവിടെ സംഭവിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അത് 162 ദിവസം നിൽപ്പ് സമരം നടത്തിയത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് മാഡത്തിനെ നമ്മൾ കേൾക്കുന്നത് കൊടകര സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. മാഡത്തിൻ്റെ ടെലിഫോൺ സംഭാഷണമൊക്കെ നമ്മളൊക്കെ പുറത്ത് വന്നതാണ്. മാഡത്തിൻ്റെ കൂടെ തന്നെയുള്ള ആൾ തന്നെയാണ് അത് പുറത്തൊക്കെ വിട്ടത്. പിന്നെ മാഡത്തിൻ്റെ പേര് കേൾക്കുന്നത് കൽപ്പറ്റ MLA ആയിരിക്കുന്ന സമയത്ത് CK ശശീന്ദ്രൻ ഇവർക്ക് കാറ് വാങ്ങാൻ വേണ്ടി വായ്പയായി പണം കൊടുത്തു തന്നു. അപ്പോൾ അവർ തമ്മിൽ ഇടപാട് നടത്തി. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ കാറ് മേടിക്കാൻ കൊടുത്തു തന്ന CK ശശീന്ദ്രൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. CPM-ൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ആളാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. പിന്നെ MLA ആയിരുന്നു, ഒക്കെ ആയിരുന്നു. അദ്ദേഹം എന്തായാലും നാട്ടിലുള്ള ഏതെങ്കിലും പാർട്ടി, സാധാരണ പാർട്ടിക്കാർക്ക് കാറ് വാങ്ങാൻ പോയിട്ട് സൈക്കിൾ മേടിക്കാൻ പൈസ കൊടുക്കുമോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരാളാണ് മാഡം CK ജാനു എന്ന് പറയുന്നത്. അപ്പോൾ ജാനു മേഡത്തെ ഉൾപ്പെടുത്തിയിട്ട്, അതായത് ജാനു മേഡം ഇവർക്കെതിരെയാണ് നിരന്തരമായി സമരരംഗത്ത് ഇറങ്ങിയിരുന്നു. പിന്നെ BJP-യുടെ ഭാഗമായിട്ട് തോന്നുന്നു, NDA-യുടെ ഭാരവാഹിയായിരുന്നു, അതിലെ ഘടകകക്ഷിയായിരുന്നു. അപ്പോൾ ജാനു മേഡത്തിനെ ഇനിയിപ്പോൾ അടുത്ത് പരീക്ഷിക്കാനുള്ളത് ഇപ്പുറത്തേ ഉള്ളൂ. ഇടതു മുന്നണി എന്തായാലും അടുപ്പിക്കത്തില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്ര ഒരു ഗതികേടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. കാരണം ഐക്യ ജനാധിപത്യ മുന്നണി യോഗത്തിൽ പങ്കെടുത്തിരുന്നത് അന്തരിച്ചു പോയ CH മുഹമ്മദുമായിട്ട് കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, അതേപോലെ തന്നെ KM മാണി തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം
പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങി ബാലകൃഷ്ണപിള്ള, TM ജേക്കബ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരിരുന്ന ഒരു യോഗമാണ്. ആ യോഗത്തിന് അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. UDF യോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കേരളം ഉറ്റുനോക്കിയിരുന്ന സമയമുണ്ടായിരുന്നു. ഇത്രയൊന്നും മാധ്യമങ്ങളില്ലാത്ത കാലത്ത് തന്നെ. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇവർ ഇതൊന്നും നോക്കാതെ പാർട്ടി ഉണ്ടോ ഇല്ലെന്നോ അപേക്ഷ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതും നോക്കാതെ നമ്മളെ ചിലപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കളിയാക്കുമെന്ന് തോന്നുമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഇവരെ ആരെങ്കിലും ലീഡേഴ്സിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കായിരുന്നു, എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഞാനൊരു അപേക്ഷ അങ്ങ് തന്നേക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഏതെങ്കിലും ക്ലബ്ബിൻ്റെ പേരിൽ അപേക്ഷ തരട്ടെ എന്നൊക്കെ വേണമെങ്കിൽ ക്ലബ്ബിനെ ഉൾപ്പെടുത്തുവന്നേ. അൻവറിൻ്റെ പാർട്ടിക്ക് അംഗീകാരം ഔദ്യോഗികമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന ഘടകത്തിന് കിട്ടിയിട്ടില്ല. അൻവറിൻ്റെ പാർട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അൻവറിനെ ഞാൻ ഈ പറഞ്ഞ അലവലാതി മുന്നണി എന്ന് പറഞ്ഞ പ്രയോഗത്തിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അൻവർ ഇവിടെ 3 മുന്നണികളിൽ ഏതിലും അംഗമാവാനൊക്കെ യോഗ്യനാണ്, കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. 9 വർഷം MLA ആയിരുന്നു. രാഷ്ട്രീയത്തിൽ നല്ല തടക്കവും പടക്കവും വന്നിട്ടുള്ള രാഷ്ട്രീയത്തിലെ എല്ലാ പൊളിറ്റിക്സും അറിയാം, പൊളിട്രിക്സും അറിയാം, രണ്ടും അറിയാവുന്ന ഒരു ഗെയിമറാണ്. അപ്പം അൻവറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അൻവറിനെ ഉൾപ്പെടുത്തുമ്പോൾ അതിനകത്തുള്ള സഹതാപവും കൂടെ ഉണ്ട് അതിനകത്തുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാവം ആദ്യം മുക്കാൽ പിണറായി എന്നൊക്കെ സതീശനെ വിളിച്ചെങ്കിലും പിന്നെ അവസാനമൊക്കെ ശബ്ദമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. മാത്രമല്ല ലോക്കൽ ബോഡി ഇലക്ഷനിൽ തകർന്നടിഞ്ഞു പുള്ളിയുടെ സ്ഥാനാർത്ഥി. പുള്ളി തന്നെ നേരിട്ട് ക്യാമ്പയിൻ നടത്തിയ ഒരു സ്ഥാനാർത്ഥി പിടിച്ചേക്കുന്ന 7 വോട്ട്. അവരുടെ കുടുംബക്കാരുടെ വോട്ട് കിട്ടിയാൽ തന്നെ അവിടെ 100 വോട്ടിന് വെളി പോകും. അപ്പോൾ അങ്ങനെയുള്ള അതും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായ ചെറുപ്പക്കാരൻ. പുള്ളിയുടെ വലങ്കൈയായിട്ട് നിന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗുന് 100 വോട്ട് തയ്ച്ച് കിട്ടിയില്ല, സുഗുൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്നില്ല. അപ്പം നിർത്തിയിടത്തെല്ലാം അമ്പെ പരാജയപ്പെട്ടു പോയി. അപ്പം പിന്നെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കുറേ വെയിൽ കൊണ്ട് വാതിക്കൽ ഇങ്ങനെ കാത്തിരിക്കുക. പണ്ട് 3 രൂപ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് എന്നിട്ട് അവരെ കെ മുരളീധരൻ ഇന്ദ്രാഭവൻ്റെ മുമ്പിൽ വന്നിട്ട് വരുന്ന നേതാക്കന്മാരൊക്കെ KPCC സെക്രട്ടറിമാരൊക്കെ ആരൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ. എന്തായിരുന്നാലും വന്ന് പിന്നെ മുരളീധരൻ വളരെ ഗംഭീരമായിട്ടുള്ള വരവുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് മുരളീധരനിൽ ഒരു റിഫോർമേഷൻ, നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ ഒരു നവീകരണത്തിൽ ഉണ്ടായിട്ടുണ്ട്, ശുദ്ധീകരണം ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ നാക്കിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ വരത്തില്ല. ഇന്നിപ്പോൾ ഒരു CM മെറ്റീരിയൽ വരെയാണ് പുള്ളി. മുഖ്യമന്ത്രി ആവാൻ പോലും യോഗ്യനാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് ആയിരുന്നു. ഏറെക്കുറെ അതേ അവസ്ഥയിലാണ് ഇദ്ദേഹം നിന്നത്, PV അൻവർ. കാരണം ഞാനിങ്ങനെ UDFൻ്റെ പുറത്ത് ഇങ്ങനെ ഞാൻ കുറേ വെയിലും മഴയും കൊണ്ട് ഇവിടെ നിൽക്കുകയല്ലേ, ഞാനിവിടെ നിൽക്കുകയല്ലേ, എന്നെ ഒന്നും പരിഗണിക്കുന്നില്ലല്ലോ എന്നുള്ളത് മാധ്യമങ്ങളോട് വരെ അദ്ദേഹം പറയാൻ തുടങ്ങി. അപ്പോൾ അതിനകത്തൊരു മനസ്സലിവ് തോന്നിയിട്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ പ്രത്യേകിച്ചും തങ്ങൾ കുടുംബത്തിനൊക്കെ പെട്ടെന്ന് മനസ്സലിവുള്ളതാണ്. സാധിക്കല് തങ്ങൾ പറയുന്നുണ്ട്, പാവം ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലോ, അതുകൊണ്ട് ഇവരെല്ലാം പേര് എഴുതി വെച്ചിട്ട് ഇവരെങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും. കാരണം സതീശനോട് പറഞ്ഞാണ്, സതീശ വീഡിയോ നിങ്ങളെ പേരായിരിക്കും ആദ്യം എഴുതുന്നത്, കാരണം നിങ്ങളതിനെതിരെ നിൽക്കുന്നത്, പിന്നെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിനകത്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സതീശൻ ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ എല്ലാവരും ഞാനായിട്ടൊന്നിനും എതിർക്കുന്നില്ല എന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും സതീശൻ. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ പരസ്പരം മത്സരിക്കുന്നവരാണ്. ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് പോലും മമത അടുക്കുന്നില്ല. ബംഗാളിൽ സഖ്യം വേണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. രാജംഭായി തന്നെ എനിക്കൊരു പേപ്പർ കട്ടിങ് തന്നിരുന്നു. കാരണം വെച്ചാൽ ഹിന്ദുവിൻ്റെ പേപ്പർ കട്ടിങ് ആണത്. അത് നവംബർ മാസം 20-ാം തീയതി. അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TMCയുടെ കേന്ദ്ര നേതൃത്വം കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് TMCയുടെ ചിഹ്നം കേരളത്തിൽ ആർക്കും അനുവദിക്കാൻ പാടില്ല. പക്ഷേ ചില ആളുകളൊക്കെ നിലമ്പൂർ ഭാഗത്ത് ചിഹ്നം അടിച്ച് പ്രചരണത്തിനിറങ്ങിയിരുന്നു. ഔദ്യോഗിക ചിഹ്നത്തിൽ ആരും മത്സരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി മാത്രമല്ല മേളിൽ നിന്നുള്ള ഫണ്ടിങ് നിന്നു. ഇനിയിപ്പം തിരിച്ച് വീണ്ടും അംഗീകരിക്കപ്പെടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഇവിടെ ഒരു UDFൽ അസോസിയേറ്റ് മെമ്പർ ആക്കിയ സ്ഥിതിക്ക് വേണമെങ്കിൽ TMCക്ക് സാധ്യത. കാരണം വെച്ചാൽ ഈ അഭിഷേക് ബാനർജി ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് ഇവിടെ സ്വന്തം പ്ലാറ്റ്ഫോമാണ് അവർക്ക് വളർത്തുന്നത്. അപ്പോൾ ഇവിടെ അന്ന് വളരെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFലും പാടില്ല, UDFലും പാടില്ല. നിങ്ങൾ കൃത്യമായിട്ട് തനിച്ച് തൃണമൂൽ കോൺഗ്രസ് എന്നൊരു സംവിധാനത്തെയാണ് അവരിവിടെ വളർത്തുന്നത്. ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഫോർത്ത് ആൾട്ടർനേറ്റീവ് AAP ഒക്കെ വന്നതുപോലെ അതേ രീതിയിലാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. അപ്പം പിന്നെ അവർക്ക് പിന്നെ ആലോചിക്കാൻ പറ്റുന്നത് 2028 ഒക്കെ ചേർന്നിട്ട് അലയൻസിനെ കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കാം. അലയൻസും അവർ ഉദ്ദേശിക്കുന്നത് അവർ തനിച്ച് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം അതിപ്പോൾ തൽക്കാലം കേരളത്തിൽ നടക്കാനും പോകുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും അതെന്തോ ആവട്ടെ, ചിലപ്പോൾ എന്തായാലും അതെന്തോ ആവട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുമ്പോൾ നാടാർ സമുദായത്തിലൊക്കെ അത്യാവശ്യമൊക്കെ സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. നെയ്യാറ്റിൻകര, പാറശാല ആ ഭാഗങ്ങളിലൊക്കെ, കോവളം ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. നമുക്ക് ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല എന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് വിഷ്ണുപുരം. PC ജോർജ് ഇദ്ദേഹത്തിനോട് അലയൻസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. PC ജോർജ് അലയൻസ് ഉണ്ടാക്കാത്തവരാരുമായിട്ടില്ല, സുഡാപ്പികളുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയല്ലേ. പിന്നീട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുടെ പേര് കാമരാജ് കോൺഗ്രസ്. ഈ കാമരാജ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കാമരാജ് നമ്മളെ തമിഴ്നാട്ടിൽ നിന്നുള്ള, പിന്നെ ദക്ഷിണേന്ത്യയിൽ നിന്ന് കോൺഗ്രസിൽ PV നരസിംഹറാവുവിനെ പോലെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയിട്ടുള്ള ഏക കോൺഗ്രസ്സുകാരനാണ്. ദേശീയ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ആളാണ് PV നരസിംഹറാവു. ഇദ്ദേഹവും മാത്രമേ ഉള്ളൂ സമുന്നതമായ പദവിയിലേക്ക് കോൺഗ്രസിലെത്തിയിട്ടുള്ള ഒരാൾ, പ്രധാനമന്ത്രിയായ ഒരാൾ ദേശീയ അധ്യക്ഷനായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും കാമരാജ് കോൺഗ്രസ് എന്ന് കേട്ടപ്പോൾ ഇനിയിപ്പോൾ ഇവരാരെങ്കിലും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഇത് തെറ്റിദ്ധരിച്ച് കാമൻ കോൺഗ്രസ് എന്നെങ്ങാനും കേട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
അതാണ് ആ വർക്കിംഗ് പ്രസിഡന്റ് ആണോ അതിന്റെ പിന്നിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കാമരാജ് കോൺഗ്രസ്, കാമം രാജ് കോൺഗ്രസ് എന്നങ്ങനെ കേട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ കാമമായിട്ട് ഭയങ്കര ബന്ധമുള്ളൊരു വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ട്. അത്യാവശ്യം പിന്നെ മൂക്കിന്റെ പാലം റെഡിയാക്കുന്ന പരിപാടിയിലായതുകൊണ്ട് അധികം ടോപ്പിനൊന്നും പോകാറില്ല എന്നേ ഉള്ളൂ. അപ്പം ഇനി പുള്ളിയുടെ താല്പര്യപ്രകാരം അങ്ങനെ കൊണ്ടുവന്നാണോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാരുടെ ചരിത്രബോധമൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ വേണ്ടപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഇരുന്ന് പ്രസംഗിക്കുക നമ്മൾ കേട്ടു. മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് രാഹുൽ ഗാന്ധി എന്ന് പ്രസംഗിക്കുന്നത്. അത് മാത്രമല്ല, സത്യം പറഞ്ഞ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടിട്ടുള്ളത് ഈ പോറ്റിയെ കയറ്റി എന്ന പാട്ട് വന്നപ്പോഴാണ്. പോറ്റിയെ കയറ്റി എന്ന പാട്ട് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ പാടുന്നത് കേട്ടു, സതീശൻ പാടുന്നത് കേട്ടോ എനിക്കറിയത്തില്ല. ഷിയാസും ഇവരെല്ലാം കൂടെ കൂടിയിട്ട് എല്ലാവരും കൂടെ കൂടി നിന്ന് പാടുന്നത് കേട്ടു. കാരണം കോൺഗ്രസിനകത്തെ നേതാക്കന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനഗണമന അതിനായക എന്നുള്ള ദേശീയ ഗാനം അക്ഷരത്തെറ്റില്ലാതെ പാടാൻ അറിയാത്തവരാണ് കോൺഗ്രസ്സുകാരെന്നുള്ളത് പാലോട് രവി തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് എങ്ങനെ ഇവർ പഠിച്ചെന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. കോൺഗ്രസിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇവർക്ക് എന്തോ മരുന്ന് പ്രത്യേകം കഴിക്കുന്നുണ്ട്. പരിശോധിക്കണം ഇവരെ ബ്ലഡിൻ്റെ സാമ്പിൾ പേപ്പർ നോക്കി വായിക്കുന്നത്. പേപ്പർ നോക്കിയിട്ടാണ് ഇത് തെറ്റില്ലാതെ പറയാൻ പഠിച്ചല്ലോ. ഇതിപ്പോൾ KPCCക്ക് ജംബോ കമ്മിറ്റി വന്നത് നമ്മൾ ഓർമ്മയുണ്ട്. നമുക്ക് KPCCക്ക് ജംബോ കമ്മിറ്റി വന്നത് നമ്മൾ പറയാറുണ്ട്. അവരെ യോഗം കൂടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പുത്തരിക്കണ്ട മൈതാനിയോ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയോ അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയോ ഒക്കെ വേണം എന്നുള്ളത്. ഇതിപ്പോൾ മുന്നണി യോഗം ചേരുമ്പോൾ എങ്ങനെ ആയിരിക്കും? മറ്റേത് സാധിക്കൽ തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ, മുന്നണി കൺവീനർ അടൂർ പ്രകാശ് ആണെങ്കിൽ അടൂർ പ്രകാശ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. ഇവർ ചെല്ലുമ്പം കുഞ്ഞാലിക്കുട്ടി വരുമ്പോൾ ഇതെന്താ ഇവരൊക്കെ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും ഓരോ മുന്നണി അംഗങ്ങളാണ്, മുന്നണി യോഗമാണ്. ഓരോരുത്തരെയും പരിചയപ്പെടുത്തണം. അപ്പോൾ ആദ്യം നിങ്ങൾ സ്വയം പരിചയപ്പെടുത്താൻ പറയും. UDFൻ്റെ യോഗത്തിൽ അങ്ങനെ ആയിരിക്കും. മഞ്ചേരി സ്വദേശിയാണ്, എൻ്റെ പേര് രാജൻ ജോസഫ്, ഞാൻ കേരള ഡെവലപ്മെൻറ്റ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഓക്കെ, ഇരുന്നു. പിന്നെ അടുത്ത ആൾ ഇങ്ങനെ പരിചയപ്പെടുത്തൽ കഴിയുമ്പോൾ തന്നെ UDF യോഗത്തിൻ്റെ പകുതി സമയം കഴിയും. അപ്പോൾ UDF യോഗമൊക്കെ വളരെ രസമായിട്ട് മാറും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ID കാർഡ് കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ അവരുടെ വാഹനത്തിൽ UDF മെമ്പർ അല്ലെങ്കിൽ UDF അസോസിയേറ്റ് മെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്ന നന്നായിരിക്കും. കാരണം ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് സെക്യൂരിറ്റികളോട് പറയണം സ്റ്റിക്കറുള്ള വണ്ടിയെ കയറ്റാവും, കാർഡ് കാറ്റിട്ടേ കയറ്റാവുന്നു. കാരണം വരുന്നവരൊക്കെ വേണമെങ്കിൽ UDF യോഗത്തിൽ പോയിരിക്കും. പരസ്പരം അറിയത്തില്ലല്ലോ. ഇപ്പം സതീശന് അറിയുമോ UDFനകത്തുള്ള ആൾക്കാരെ എല്ലാവരെയും? UDFൻ്റെ മീറ്റിങ്ങിൽ വരുന്നത് അടൂർ പ്രകാശിന് അറിയുമോ? കുഞ്ഞാലിക്കുട്ടിക്ക് അറിയുമോ? സണ്ണി ജോസഫിന് അറിയുമോ? സാധിക്കൽ തങ്ങൾക്ക് അറിയുമോ? ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു വന്ന് അപ്പോൾ ID കാർഡ് കമ്പൾസറി ആക്കുക. എല്ലാവർക്കും UDF മെമ്പർ, UDF അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് പേര് എഴുതിയിട്ട് ID കാർഡ് കൊടുക്കുക. കാറിൻ്റെ മേളിലും ബോർഡും പറ്റിയാൽ ബീക്കൺ ലൈറ്റ് പിന്നുള്ള പെർമിഷൻ സർക്കാരിൻ്റെ അടുത്ത് മേടിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇനി UDF യോഗം നടക്കുന്നിടത്തും KPCC യോഗം പോലെ തന്നെ യോഗം നടക്കുന്ന ദിവസങ്ങളിൽ എവിടെ ഏത് പട്ടണത്തിലാണോ നടക്കുന്നത് അവിടെ ഗതാഗത തടസ്സത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് പോലീസ് നൽകണം. അതേപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സംവിധാനമുള്ള സ്ഥലത്തേക്കാണ് ഇത്രയും നേതാക്കന്മാർ വരുന്നതാണ്. അപ്പം നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം അറിയുമോ? വിഷ്ണുപുരം ചന്ദ്രശേഖർ ഇന്ന് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. VD സതീശൻ പറയുന്നത് എന്താണ്? ഇന്ന് രാവിലെ കൂടി വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായിട്ട് ആര് സംസാരിച്ചിരുന്നു? മറ്റേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളമൊക്കെ ഇതുപോലുള്ള ചെറിയ പാർട്ടികളുടെ പുറകെ പോകുന്ന സമയത്തും VD സതീശന് UDF നേതൃത്വം ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇപ്പോൾ UDFനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു 3ഓളം പാർട്ടികൾ, പ്രധാനപ്പെട്ടെന്ന് പറയത്തില്ല, 3ഓളം MLA-മാരൊക്കെ ഉള്ള 3ഓളം പാർട്ടികൾ അടുത്ത UDFൻ്റെ 2026 നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ മറുകണ്ഠം ചാടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ്. ഇതിനെക്കുറിച്ചൊന്നും UDF നേതൃത്വത്തിന് ധാരണയില്ലേ? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് UDFന് സാധ്യതകൾ, അതായത് ഇലക്ഷൻ കഴിയുന്നിടം വരെ കാത്തിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് UDFന് ഭരണം കിട്ടിയാൽ തുടർന്ന് മന്ത്രിമാരൊക്കെ ആയിട്ട് അതിനകത്ത് കയറി വരും, ക്ലെയിം ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഓഫറാണ്, ഒരാഴ്ചയിൽ മന്ത്രിയായി ഉണ്ടാക്കാൻ പറ്റാത്തത്രയും വലിയ ഓഫറാണ് NDA-യിലേക്ക് അങ്ങ് ചേരും. അവർക്ക് അവരെ ഒറ്റയാൾ പാർട്ടിയുള്ള MLA ഒക്കെ ആണെങ്കിൽ അവർക്ക് പോകുന്നതിന് തടസ്സം ഒരു തടസ്സം. ബാക്കിയുള്ളവർക്കും 500 കോടി 1000 കോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തോ എന്ത് മന്ത്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേന്ദ്രത്തിൽ വല്ല ബോർഡിലും പോയിരുന്നാൽ മതിയല്ലോ. സ്പൈസസ് ബോർഡ്, മറ്റേ ബോർഡ്, നാളികേര ബോർഡ്, ചിരട്ട ബോർഡ്, അങ്ങനെയുള്ള ബോർഡിൽ ഏതെങ്കിലുമൊക്കെ പോയിരുന്നാലും കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്തായിരുന്നാലും പറഞ്ഞാൽ സഹതാപമാണ് ഇവരോട് തോന്നുന്നത്. കാരണം ഇതൊരു അലവലാതി മുന്നണിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് അതേപോലെ തന്നെ. കാരണം അല്ലെങ്കിൽ വേലിയൊക്കെ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിടുക എന്ന് പറഞ്ഞ പോലെയാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞ് ഞാൻ അപേക്ഷിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. അപേക്ഷ ഉണ്ടെങ്കിൽ പുറത്തുവിടാൻ പറയുന്നു. സംഭവം പുള്ളി പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ NDA-യിൽ സംതൃപ്തനല്ല എന്ന് പറഞ്ഞു. NDA-യുടെ ഉപാധ്യക്ഷനാണ്, പിന്നെ കാമരാജൻ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. പക്ഷേ പുള്ളി പറയുന്നത് ഞാൻ പോയിട്ട് ആവലാതി പറഞ്ഞായിരുന്നു. അപ്പോൾ ആവലാതി പറഞ്ഞെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തെന്ന് തന്നെ അർത്ഥം. പക്ഷേ ഇതൊക്കെ ഡോക്യുമെൻറ്റഡ് ആക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവരത് ഇനിയിപ്പോൾ നാളെ തൊട്ട് എന്ത് ചെയ്യും? എല്ലാ മുന്നണികളും ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വിത്ത് ദെയർ പെർമിഷൻ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹിഡൻ ക്യാമറയ്ക്കകത്ത് റെക്കോർഡ് ചെയ്യും. അതേപോലെ ഒഫീഷ്യലി റിക്വസ്റ്റ് മേടിക്കും. എന്തായിരുന്നാലും പണ്ട് ഈ LDF-ഉം UDF-ഉം ഒക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ ജാഥ നടത്താറുള്ളൂ. ഒന്നെങ്കിൽ ഇവിടുന്ന് മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ. ഇനിയിപ്പോൾ അങ്ങനെ ജാഥ നടത്തി UDF-ലെ എല്ലാ ഘടകകക്ഷികളെയും കൂടെ കൂട്ടിയിട്ട് ജാഥ നടത്തുക എന്ന് പറഞ്ഞാൽ
സത്യത്തിൽ ജെമിനി സർക്കസിൻ്റെയോ ജംബോ സർക്കസിൻ്റെയോ ടീം പോകുന്ന പോലെ ഇരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.